ഹാസുലാക്കി തരട്ടെ. മോമിനിങ്ങളെ, ഒരുപാട് സമയം സംസാരിക്കുന്നില്ല. വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഉഖൈൽ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, സാഫർതു മഅൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഒരു ദിവസം മുത്തുനബി തങ്ങളോട് കൂടെ ഒരു യാത്ര പോയി. വലിയ അത്ഭുതമുള്ള യാത്രയായിരുന്നു. ഫറഅയ്തു മിൻഹു സലാസത അശിയാ, ആ യാത്രയിൽ മുത്തുനബി തങ്ങളിൽ നിന്ന് വളരെ അത്ഭുതകരമായ 3 കാഴ്ചകൾ ഞാൻ കണ്ടു. ആ 3 കാഴ്ചകളും ഞാൻ കണ്ടപ്പോൾ ഫസ്തഖറൽ ഇസ്ലാമു ഫീ ഖൽബി, എന്റെ ഖൽബിൽ ഇസ്ലാമാണ് ഉറച്ചുപോയി. ദീനുൽ ഇസ്ലാം അത് അല്ലാഹുവിന്റെ മതമാണെന്നുള്ളതും മഹാനായ അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനാണെന്നുള്ളതുമൊക്കെ എന്റെ ഖൽബിലാണ് ഉറച്ചത്. ആ യാത്രയിലാണ്. എന്തായിരുന്നു സംഭവം? ഞാൻ നബി തങ്ങളും ഇങ്ങനെ മലകൾക്ക് താഴ്ഭാഗത്തിലൂടെ മരുഭൂമിയിലൂടെ ഇങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ യാത്ര പോകുന്നതിനിടയിൽ മുത്തുനബി തങ്ങൾക്ക് അവിടുത്തെ പ്രാഥമിക ആവശ്യം നിർവഹിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. മലമൂത്ര വിസർജനം ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഞങ്ങളുള്ള ഭാഗത്ത് മറകളോ മരങ്ങളോ ഒന്നും ഒരു മറയായിട്ട് നബി തങ്ങൾക്ക് ഇരിക്കാനില്ല. എന്നാൽ കുറച്ച് അകലെ ചെറിയ ചെറിയ ചെടികളും മരങ്ങളും ഒക്കെ കാണുന്നുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉഖൈലേ, നിങ്ങൾ ആ മരങ്ങളുടെ അടുക്കൽ ചെന്നിട്ട് എന്ത് പറയണം? ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂലു തആലീ, നബി തങ്ങളൊക്കെ നിങ്ങളോട് ഇങ്ങോട്ട് വരാൻ പറയുന്നുണ്ട്. വകൂനൂ ലി സിത്റ, ഈ മരങ്ങളാകുന്ന ചെടികളാകുന്ന നിങ്ങളോട് എനിക്കൊരു മറയായിട്ട് നിന്ന് തരണമെന്ന് നബി തങ്ങൾ നിങ്ങളോട് പറയുന്നുണ്ട് എന്ന് ആ മരങ്ങളോടൊന്ന് ചെന്ന് പറയുന്നു പറഞ്ഞു. പറയാൻ ഞാൻ പോയി. ചെടിക്കുറ്റികളും മരക്കുറ്റികളും ഒക്കെ ഉണ്ട് കുറച്ച് ദൂരത്ത്. ഞാൻ അവരുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, മഹാനായ അഷ്റഫുൽ വറ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങളോട് വരാൻ പറയുന്നുണ്ട്. മുത്തുനബി തങ്ങൾക്ക് അവിടുത്തെ ആവശ്യം നിർവഹിക്കാനുണ്ട്. നിങ്ങളോട് അവിടുന്ന് മറയായി ഒരല്പസമയം അവിടെ വന്നു നിൽക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഞാൻ ഈ വിവരമാ ചെടിക്കുറ്റികളോടും മരങ്ങളോട് പറയേണ്ട താമസം അവയെല്ലാം അവയുടെ വേരറുത്തുകൊണ്ട് നടന്നു വരികയാണ്. മുത്തുനബി തങ്ങളുടെ ചുറ്റുഭാഗത്തൊരു മറയായി അവൾ നിലകൊള്ളുകയാണ്. അവിടുത്തെ ആവശ്യ നിർവഹണം കഴിഞ്ഞപ്പോ ആ മരങ്ങളും ചെടികളും മടങ്ങിപ്പോവുകയാണ്. ഈ ഒരു കാഴ്ച കണ്ടപ്പോ എന്റെ ഈമാൻ എന്റെ ഖൽബിൽ ഉറച്ചു പോവുകയാണ്. ഒന്നാമത്തെ സംഭവം അതായിരുന്നു. അങ്ങനെ ഞങ്ങൾ യാത്ര പിന്നെയും തുടർന്നു. അങ്ങനെ വെയിലുകൊണ്ട് മരുഭൂമിയിലൂടെ യാത്ര പോയപ്പോ എനിക്ക് വല്ലാത്ത ദാഹം അനുഭവപ്പെടുകയുണ്ടായി. ദാഹം അനുഭവപ്പെട്ടു. ഞങ്ങളുടെ കയ്യിൽ വെള്ളമില്ല. പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും വല്ല കിണറോ കുഴിയോ വെള്ളമോ കിട്ടുമോ എന്ന് അന്വേഷിക്കുകയാണ്. പക്ഷേ വെള്ളം എവിടെയും ലഭിക്കുന്നില്ല. അവസാനം എന്റെ ദാഹത്തിന്റെ ശക്തി ഞാൻ മുത്തുനബി തങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ മുത്തുനബി തങ്ങൾ തൊട്ടപ്പുറത്തുള്ള ഒരു പാറ, ഇവിടെ മലയുണ്ടായിരുന്നു. അവിടെയുള്ള മലകളൊക്കെ പാറകൾ തന്നെയാണ്. ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു മല കാണിച്ചു തന്നിട്ട് എന്നോട് പറഞ്ഞു, ഇസ്അദ് ഇലാ ഹാദൽ ജബൽ, ഉഖൈലേ, നിങ്ങൾ ഈ പർവ്വതത്തിലേക്ക് കയറുക. വഖരിഉ മിന്നീ അസ്സലാം, എന്നിട്ട് ആ കല്ലുകളോട് ആ പർവ്വതത്തോട് എന്റെ സലാം എന്ന് പറയണേ. എന്നിട്ട് ഈ പറയുന്ന വർത്തമാനം പറയണം, ഇൻകാന ഫീകി മാഉൻ ഫസ്ഖിനീ, നിന്നിലെങ്ങാനും വല്ല വെള്ളവും ഒളിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിൽ തന്നെ ഒന്ന് കുടിപ്പിക്കണേ എന്ന് ആ പർവ്വതത്തോട് നിങ്ങൾ പറയൂ. മലയിൽ കയറിയിട്ട് മലയോട് പറയാൻ പറഞ്ഞു.
ഈ സ്വഹാബി പറയുകയാണ്, ഞാൻ നേരെ ആ പർവ്വതത്തിലേക്ക് ഓടിക്കയറുകയാണ്. മുത്തുനബി തങ്ങൾ പറഞ്ഞ അതേ വർത്തമാനം ഞാൻ ആ പർവ്വതത്തോട് പറഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ്, ആ പർവ്വതത്തിലുണ്ടായിരുന്ന പാറക്കൂട്ടങ്ങളിൽ നിന്നൊരു പാറക്കഷ്ണം എന്നോട് സംസാരിക്കുകയാണ്. ഖുൽ റസൂലില്ലാഹ്, ഉഖൈലെ നിങ്ങൾ ചെന്നിട്ട് മുത്തുനബി തങ്ങളോട് പറയണേ, അന മുൻദു അൻസലല്ലാഹ്, ഞാൻ അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ നരകത്തെ കുറിച്ച് പറയുന്ന ആയത്തിറക്കിയ സമയം മുതൽ യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹൻ നാസു വൽ ഹിജാറ, നരകത്തിനൊത്തൊട്ട് സൂക്ഷിക്കണേ എന്ന ആയത്ത് ഖുർആനിൽ ഇറങ്ങി. ആ നരകത്തിൽ കത്തിക്കപ്പെടുന്നത് പാറകളും മനുഷ്യരുമാണെന്ന ആയത്ത് ഇറങ്ങിയപ്പോ ആ സമയം മുതൽ അബ്കീ മിനൽ ഫസഇ, ഞാൻ പേടിച്ച് പേടിച്ച് കരയുകയാണ്. അന്നകൂന ദാലികൽ ഹജർ, ആ നരകത്തിൽ കത്തിക്കപ്പെടുന്ന കല്ലുകളിൽ ഒരു കല്ലായിട്ട് ഞാനും ഉണ്ടാകുമോ എന്ന പേടിയിൽ കരയുകയാണ്. അതുകൊണ്ട് ഫലം യബ്ക ഫിയമാ, കരഞ്ഞ് കരഞ്ഞ് എന്നിലെ വെള്ളം മുഴുവനും വറ്റിയിരിക്കുകയാണ്. ഈ സമയത്ത് എന്നിലെ വെള്ളമൊന്നും ബാക്കിയില്ല. അവിടെ ആ കല്ല് പറഞ്ഞു, നിങ്ങൾ അള്ളാന്റെ റസൂലിനോട് ചെന്ന് പറയണട്ടോ എന്ന് പറഞ്ഞു. പറയാണ്, രണ്ടാമത്തെ കാഴ്ചയാണിത്. ഞാനാകെ അമ്പരന്ന് അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ പിന്നെയും യാത്ര തുടർന്നപ്പോ ഞങ്ങൾ അങ്ങനെ നടന്നു പോവുകയാണ്. ആ സമയത്ത് ഞങ്ങളുടെ പിറകിൽ നിന്നൊരു മനുഷ്യന്റെ നിലവിളി പോലെ ഒരു നിലവിളി ഞങ്ങൾ കേൾക്കുകയാണ്. മുത്തുനബി തങ്ങൾ തിരിഞ്ഞു നോക്കിയപ്പോ കരയുന്നത് മനുഷ്യനല്ല, ഒരൊട്ടകം ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വരികയാണ്. എന്നിട്ട് ആ ഒട്ടകം ഒരു മനുഷ്യൻ വിളിച്ചു പറയുന്നത് പോലെ വിളിച്ചു പറയുകയാണ്, യാ റസൂലല്ലാഹ് അൽ അമാൻ അൽ അമാൻ, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ നബിയേ. ഒട്ടകം കരഞ്ഞ് വർത്തമാനം പറഞ്ഞു വരികയാണ്. ഒട്ടകത്തിന്റെ കരച്ചിലും ആ തേങ്ങലുമെല്ലാം ഞാനും കേൾക്കുകയാണ്. അങ്ങനെ നബി തങ്ങൾ ആ ഒട്ടകത്തിനെ സമാധാനിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോ ആ ഒട്ടകത്തിന്റെ പിറകിൽ ഒരു കാട്ടറബിയായ മനുഷ്യൻ ഓടി വരുന്നുണ്ട്. മഅഹു സൈഫും മസ്ലൂൽ, ഉറയിൽ നിന്ന് ഊരിയെടുത്ത വാളും കയ്യിൽ പിടിച്ചിട്ടാണ് അയാൾ വരുന്നത്. അയാൾ മുത്തുനബി തങ്ങളുടെ അടുത്ത് വന്നപ്പോ നബി തങ്ങൾ ആ മനുഷ്യനെ തടഞ്ഞു വെച്ചു. എന്നിട്ട് ചോദിച്ചു, മാ തുരീദു മിൻ ഹാദൽ മിസ്കീൻ, ഈ പാവപ്പെട്ട ജീവിയുടെ പിറകെ എന്തിനാണ് നീ വാളുമെടുത്ത് പിറകെ കൂടുന്നത്? നിന്റെ ഉദ്ദേശം എന്താ? ആ കാട്ടറബിയോട് ചോദിച്ചു. ആ സമയത്ത് കാട്ടറബി പറഞ്ഞു, നബിയേ ഇസ്തറൈതുഹു ബിസമനിൻ കസീർ, ഞാൻ വലിയ വില കൊടുത്ത് വാങ്ങിയതാണ് നബിയേ ഒട്ടകത്തെ. വലൈസ ഹുവ യുതീഉനി, ഇപ്പോൾ ഈ ഒട്ടകം എനിക്ക് അനുസരിക്കുന്നില്ല നബിയേ. എന്റെ വീട്ടിലെ ജോലി ചെയ്യാൻ, യാത്രകൾക്ക് എനിക്ക് ഉപയോഗപ്പെടുത്താൻ ഒന്നിനും ഒട്ടകം വഴിപ്പെടുന്നില്ല. വലിയ വില കൊടുത്ത് വാങ്ങിയതാണ്, ജോലിയുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കണമെന്ന് കരുതി വാങ്ങിയതാണ്. ഇപ്പൊ ഒട്ടകമാകട്ടെ വഴിപ്പെടുന്നില്ലല്ലോ, അതുകൊണ്ട് ഒട്ടകത്തെ അറക്കണമെന്ന് കരുതി പിറകെ ഓടിയതാണ്. ഞാൻ അറക്കാൻ വേണ്ടി കത്തിയും വാളുമെടുത്ത് പുറത്തിറങ്ങിയപ്പോഴേക്ക് ഒട്ടകം എന്നിൽ നിന്ന് ഓടിയതാണ് നബിയേ. കാട്ടറബി ഇത് പറഞ്ഞപ്പോ മുത്തുനബി തങ്ങൾ ഒട്ടകത്തോട് ചോദിച്ചു, എന്തിനാണ് നീ നിന്റെ യജമാനനെ എതിര് ചെയ്യുന്നത്? എന്തേ യജമാനന്റെ വീട്ടിലെ ജോലികൾ ചെയ്യൽ നിന്റെ ബാധ്യതയല്ലേ? നിനക്ക് ഭക്ഷണം തരുന്നത് നിന്റെ യജമാനനല്ലേ? നിനക്ക് വെള്ളം തരുന്നത് നിന്റെ യജമാനനല്ലേ? നിനക്ക് താമസിക്കാൻ ഇടമൊരുക്കി തന്നത് നിന്റെ യജമാനനല്ലേ? വലിയ വില കൊടുത്തല്ലേ നിന്നെ വാങ്ങിയത്, പിന്നെയും എന്തിനാണ് യജമാനനെ എതിര് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോ ഉടനെ ഒട്ടകം പറയുകയാണ്, യാ റസൂലല്ലാഹ് ലസ്തു അഅസി വലാകിന്നി അഅസിഹി മിൻ ദാലികൽ അമലിൽ ഖബീഹ്. നബിയേ, ഞാൻ യഥാർത്ഥത്തിൽ എന്റെ യജമാനനെ ധിക്കരിക്കുന്നില്ല, പിന്നെ ഞാൻ എതിര് ചെയ്യുന്നതോ
എന്റെ യജമാനിൽ വളരെ മോശപ്പെട്ട ഒരു സ്വഭാവമുണ്ട് നബിയെ, ആ സ്വഭാവത്തിനാണ് ഞാൻ എതിര് ചെയ്യുന്നത്. എന്നിട്ട് ആ ഒട്ടകം പറയുകയാണ്, ലിഅന്നൽ ഖബീലത്തല്ലതി വഫീഹാ യനാമൂന അൻ സ്വലാത്തിൽ ഇശാഇൽ അഖീറാ. എന്റെ യജമാനനും അദ്ദേഹത്തിന്റെ കൂട്ടുകാരും ആ കബീലക്കാരും തറവാട്ടുകാരും അവർ പതിവായി ഇശാ നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്നവരാണ് നബിയേ. ഇതാണ് ഒട്ടകം പറഞ്ഞ പ്രശ്നം. എന്റെ യജമാനനും അയാൾ ആ കബീലക്കാരും മൊത്തവും അവർ ഇശാ നിസ്കരിക്കൂല നബിയെ. ഒട്ടകങ്ങളൊക്കെ മേച്ച് വന്ന് മരുവിന്റെ ശേഷമാണ് പാലൊക്കെ കറന്ന് അതൊക്കെ കുടിച്ച് അവർ സുഖമായിട്ട് ഒരു കടന്നുറങ്ങും നബിയെ. ഇശാ നിസ്കരിക്കുന്ന ഒരു സ്വഭാവം എന്റെ യജമാനനും അവരുടെ കബീലക്കും ഇല്ല. ഫലോ ആഹദക യുസല്ലിയഹാ, ഇന്നു മുതൽ ഇശാ നിസ്കരിക്കുമെന്ന് എന്റെ യജമാനൻ നിങ്ങളോട് കരാറ് പറഞ്ഞാൽ, ആഹത്തുക അല്ലാ അസ്ഫിയാ, എന്റെ യജമാനെതിരെ ചെയ്യുകയില്ലെന്ന് ഇവിടെ വെച്ച് ഞാൻ നിങ്ങളോട് കരാറ് പറയാം. ഫഇന്നി അഖാഫു അൻ യുനസ്സില അല്ലാഹു അലൈഹിമുൽ അദാബ് ഫഅകൂനു ഫീഹിം. നബിയെ, എന്നും ഇശാ നിസ്കരിക്കാതെ കടന്നുറങ്ങുന്ന എന്റെ യജമാനനും അവരുടെ കബീലക്കാരും ഉണ്ടല്ലോ, അല്ലാഹുവിന്റെ അദാബ് അവരുടെ പേരിൽ ഇറങ്ങുമോ എന്ന പേടിയിലുണ്ട് എനിക്ക്. ആ പേടിയിൽ, ആ അദാബിൽ ഞാനും ഉൾപ്പെടുമോ എന്ന പേടിയുണ്ട് നബിയേ. അതുകൊണ്ടാണ് ഞാൻ എന്റെ യജമാനന് വഴിപ്പെടാത്തത് നബിയേ. ഒട്ടകം സംസാരിക്കുകയാണ്. ഉഖൈൽ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാനതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആകെ അത്ഭുതപ്പെട്ട് അമ്പരന്നിരിക്കുകയാണ്. ഫഅഖദ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ അഹദാൽ അഅറാബി, നബി തങ്ങൾ ആ അഅറാബിൽ നിന്ന് കരാർ വാങ്ങുകയാണ്. അല്ലാ യതുറുക സ്വലാ, ഇന്നു മുതൽ ഇശാ നിസ്കാരം ഉപേക്ഷിക്കുകയില്ലെന്ന് അയാൾ മുത്ത് നബി തങ്ങളുടെ കൈ പിടിച്ച് കരാർ ചെയ്യുകയാണ്. ഉടനെ ഒട്ടകവും പറഞ്ഞു, നബിയേ, എന്നാൽ ഇന്നു മുതൽ ഞാൻ എന്റെ യജമാനന് ധിക്കാരം ചെയ്യുകയില്ല. ആ ഒട്ടകത്തെ മുത്തനബി തങ്ങൾ യജമാനന്റെ കയ്യിൽ ഏൽപ്പിക്കുകയും സന്തോഷത്തോടെ അവർ മടങ്ങിപ്പോവുകയും ചെയ്യുന്നു എന്ന് ബഹുമാനപ്പെട്ട ഉഖൈൽ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. എന്റെ പ്രിയപ്പെട്ട മോമിനിയങ്ങളെ, ഞാൻ ഈ ഹദീസ് ഓതിയത് ഇത് റജബ് മാസമാണ്, നമ്മളുള്ള മാസം. റജബ് മാസം എന്ന് പറഞ്ഞാൽ വളരെ ശ്രേഷ്ഠമായ മാസമാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമഅക്ക് ഒരുപാട് റജബിന്റെ മഹത്വങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. ആ ഭാഗത്തേക്കൊന്നും ഞാൻ പ്രവേശിക്കുന്നില്ല. റജബ് മാസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് നിസ്കാരം നിർബന്ധമാക്കപ്പെട്ട മാസം എന്നുള്ളതാണ്. റജബ് 27 രാത്രിയിലാണ് ഇസ്രാ മിഅ്റാജിന്റെ അത്ഭുതകരമായ യാത്ര അല്ലാഹു തആല സംവിധാനിച്ചത്. ഈ വർഷത്തെ റജബ് 27 രാവ് എന്ന് പറയുന്നത് ജനുവരി 27 തിങ്കളാഴ്ച. ജനുവരി 27 തിങ്കളാഴ്ച. അന്നത്തെ പകല് റജബ് 26 പകലാണ്. അന്ന് മഗ്‌രിബായാൽ നമ്മൾ 27 രാവിലേക്ക് പ്രവേശിക്കും. ജനുവരി 28 ചൊവ്വാഴ്ചയാണ് റജബ് 27 പകല്. അപ്പൊ ആ തലേന്ന് രാത്രി ജനുവരി 27 തിങ്കളാഴ്ച മഗ്‌രിബിന്റെ ശേഷമുള്ള സമയം, അതാണ് റജബ് 27 രാവ്, ഇസ്രാ മിഅ്റാജിന്റെ രാവ് എന്ന് പറയുന്നത്. ആ രാവിനെ നമ്മളൊക്കെ വല്ലാതെ ആദരിക്കുകയും ബഹുമാനിക്കുകയും വേണം. റജബ് 27 പകല്, ചൊവ്വാഴ്ച പകൽ എല്ലാവരും സുന്നത്തായ നോമ്പെടുക്കുകയും വേണം. അല്ലാഹു തആല നമുക്ക് അതിന് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ഞാൻ പറഞ്ഞത് ആ റജബ് 27 രാവിൽ മുത്തനബി തങ്ങൾ മക്കയിൽ താമസിക്കുന്ന സമയം പ്രവാചകനായി 10 വർഷം കഴിഞ്ഞു. മക്കയിൽ വളരെ കുറഞ്ഞ ആളുകളെ ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ളൂ. മക്കാ മുശ്രിക്കുകളുടെ ഭാഗത്ത് വലിയ പ്രയാസങ്ങൾ, വലിയ പരീക്ഷണങ്ങൾ മുത്തനബി തങ്ങൾ ഏറ്റുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ സമയത്തൊക്കെ താങ്ങും തണലുമായി പ്രിയപ്പെട്ട ഭാര്യയായ ഖദീജ ബി ഒരു ഭാഗത്തുണ്ട്, മൂത്താപ്പയായ അബ്ദുൽ മുത്തലിബ്, അബൂ ത്വാലിബ് ഒരു ഭാഗത്തുണ്ട്. ഈ 2 ആളുകളുടെ സംരക്ഷണത്തിൽ ഇങ്ങനെ കഴിയുന്നത് കൊണ്ട് അവിടുത്തെ ജീവന് ഭീഷണിയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും പ്രയാസങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. പക്ഷെ അവിടത്തേക്ക് 50 വയസ്സായ ആ സമയം, ആ ഒറ്റ വർഷത്തിൽ ആ 2 തണൽ മരങ്ങളും ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞു പോവുകയാണ്. തന്റെ 50ാമത്തെ വയസ്സിൽ പ്രവാചകനായ 10ാമത്തെ കൊല്ലം മുത്തനബി തങ്ങൾ ആ വർഷത്തെ ആമുൽ ഹുസ്ൻ, ദുഃഖവർഷം എന്നാണ് ചരിത്രം ആ വർഷത്തെ രേഖപ്പെടുത്തിയത് തന്നെ.
അങ്ങനെ വലിയ വിഷമമായി. ഈ രണ്ട് തണൽ മരങ്ങളൊക്കെ നഷ്ടപ്പെട്ടപ്പോ പിന്നെ മക്കാ മുശ്രിക്കുകൾ നബി തങ്ങളെ കൊല്ലാനുള്ള ഒരുക്കങ്ങളൊക്കെ നടന്ന്, വധശ്രമങ്ങളൊക്കെ നടന്നത് പിന്നെ അതിന്റെ ശേഷം ആ 3 കൊല്ലത്തിലായിരുന്നു. അപ്പൊ അല്ലാഹു തആല തന്നെ കൈവടിയുകയാണോ എന്ന ഒരു തോന്നൽ വന്ന സമയമാണ്. ഖദീജ ബീവി വഫാത്തായി, അബൂ ത്വാലിബ് മരണപ്പെട്ടു. ഉണ്ടായിരുന്ന സംരക്ഷണവും ആ കവചങ്ങളൊക്കെ പോയപ്പോ ഇനി എന്ത് സംഭവിക്കുമെന്നൊരു ആദ്യം ഉണ്ടായിരുന്നു. ആ ഒരു വിഷമം മാറ്റാനാണ് ശരിക്കും ഇസ്രാ മിഅ്റാജിന്റെ യാത്ര ഉണ്ടായത്. ആകാശ ലോകത്തേക്ക് അല്ലാഹു ജിബ്രീൽ മുഖേന കൊണ്ടുപോവുകയാണ്. മുത്തനബി തങ്ങൾ മസ്ജിദുൽ ഹറാമിന്റെ പരിസരത്ത്, കഅബയുടെ പരിസരത്ത് ഒരു രാത്രിയിൽ വിശ്രമിക്കുമ്പോ ഒരഭിപ്രായത്തിൽ മഹദിയായ ബീവി ഉമ്മു ഹാനിയുടെ വീട്ടിലായിരുന്നു. ആ വീട്ടിലേക്കാണ് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ബുറാഖ് എന്ന വാഹനമായിട്ട് വരുന്നത്. നബിയോട് യാത്രക്കൊരുങ്ങാൻ പറയുകയാണ്. എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിലേക്കുള്ള യാത്രയാണ് നബിയേ. മക്കയിൽ നിന്ന് നേരെ ഫലസ്തീനിലേക്ക് പോവുകയാണ്, ബൈത്തുൽ മുഖദ്ദസിലേക്ക് പുറപ്പെടുകയാണ്. രാത്രിയുടെ വളരെ കുറഞ്ഞ സമയങ്ങളെ കൊണ്ടാണ് ബൈത്തുൽ മുഖദ്ദസിലെത്തിയത്. അവിടെ സ്വീകരിക്കാൻ ലോകത്ത് കഴിഞ്ഞു പോയ 1,24,000 വരുന്ന പ്രവാചകന്മാരിൽ എല്ലാ പ്രവാചകന്മാരും മുത്തുനബി തങ്ങളെ കാത്തിരിക്കുകയാണ്. എല്ലാ നബിമാരുണ്ടായിരുന്നു അവിടെ സ്വീകരിക്കാൻ. അവർക്ക് ഇമാമായി നിന്ന് നിസ്കരിച്ചു, അവരുമായി സംസാരിച്ചു. അങ്ങനെ കുറെ അവരൊക്കെ മുത്തുനബി തങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്തു. ആ യാത്ര മക്കയിൽ നിന്ന് മസ്ജിദുൽ അഖ്സ വരെയുള്ള യാത്ര, അതാണ് ഇസ്രാ എന്ന് പറയുന്ന യാത്ര. ആ യാത്രയെ കുറിച്ച് പറയാൻ പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയിട്ടുണ്ട്. സൂറത്തുൽ ഇസ്രാ എന്ന പേരിൽ ഖുർആനിൽ ഒരു സൂറത്ത് തന്നെ അല്ലാഹു അവതരിപ്പിച്ചിട്ടുണ്ട്. ഇസ്രാ കഴിഞ്ഞപ്പോ പിന്നെ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് 7 ആകാശങ്ങളിലേക്കും അതിന്റെ അപ്പുറത്തേക്കും അർശിലേക്കും അല്ലാഹുവിന്റെ ഹദറത്തിലേക്കുമുള്ള യാത്രയാണ്. ആ യാത്രയെ കുറിച്ചാണ് മിഅ്റാജ് എന്ന് പറയുന്നത്. ആ യാത്രയിലാണ് മുത്തുനബി തങ്ങൾ അല്ലാഹുവിനെ കണ്ടത്. നേരിട്ട് അല്ലാഹുവിനോട് അവിടുന്ന് അഭിമുഖ സംഭാഷണം നടത്തുകയാണ്. സമ്മാനമായി അല്ലാഹു 5 വക്ത് നിസ്കാരം നൽകിയത് ആ യാത്രയിലാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റജബ് മാസം എന്ന് പറയുന്നത്, അഥവാ ഇസ്രാ മിഅ്റാജിന്റെ റജബ് 27 രാവെന്ന് പറയുന്നത് നിസ്കാരത്തിന്റെ വാർഷിക ദിവസമാണ്. 5 വക്ത് നിസ്കാരം നിർബന്ധമായി നൽകപ്പെട്ട സമയമാണ്. ഈ മാസത്തിൽ ഒരു മോമിനായ മനുഷ്യൻ എടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ പ്രതിജ്ഞ എന്ന് പറയുന്നത് നിസ്കാരത്തിന്റെ കാര്യത്തിൽ അശ്രദ്ധ വരുത്തൂല എന്ന ഒരു തീരുമാനം തന്നെയാണ്. അല്ലാഹു തആല നമുക്കൊക്കെ കൃത്യമായി നിസ്കരിക്കാനുള്ള തൗഫീഖ് തരട്ടെ. അല്ലാഹു എല്ലാ തടസ്സങ്ങളും അല്ലാഹു നമുക്ക് മാറ്റി തരട്ടെ. ഇന്ന് കാരണം പ്രത്യേകം പറയാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ, ഈ മജ്ലിസിൽ ഇരിക്കുന്ന നിങ്ങളാരും നിസ്കാരം ഒഴിവാക്കുന്നവരായതുകൊണ്ടല്ല, ഈ മജ്ലിസിൽ പങ്കെടുത്ത സഹോദരിമാരാരും നിസ്കാരങ്ങളെ ഖളാ ആക്കുന്നവരായതുകൊണ്ടല്ല. പക്ഷേ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ വീടുകളിൽ പല ആളുകൾക്കും നിസ്കാരങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഇന്ന് വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് നമ്മുടെ സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ട്. ഈ കുട്ടികൾക്കൊക്കെ നിസ്കാരം ഖളാ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പൊ സുബഹിയുടെ സമയത്ത് പെരയിൽ ഒരു 8, 9, 10, +1, +2 ഒക്കെ പഠിക്കണ ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടാവും. സുബഹി ഖളാ ആകുന്നതിന്റെ മുമ്പ് അവരെ വിളിച്ചുണർത്തി നിസ്കരിപ്പിക്കുന്ന ഉപ്പമാര് വളരെ കുറവാണ്. ഉമ്മമാർക്കും ഉപ്പമാർക്കുള്ള ഒരു ന്യായം എന്താ വെച്ചാൽ, ഒരു കുട്ടികളല്ലേ എന്നാ. അതേപോലെ തന്നെ അവര് സ്കൂള് വിട്ടു വന്നാൽ അസ്ർ നിസ്കരിക്കാൻ, അല്ലെങ്കിൽ മഗ്രിബ് നിസ്കരിക്കാൻ, ഇശാ നിസ്കരിക്കാൻ ഉമ്മയും ബാപ്പിയും നിസ്കരിക്കുന്നുണ്ടാവും. കുട്ടികൾ നിസ്കരിക്കാതെ അവിടെ പഠിച്ചോ കളിച്ചോ എന്തെങ്കിലുമൊക്കെ ഏർപ്പാടിലുണ്ടാവും. ആ കുട്ടികളോടൊന്ന് നിസ്കരിക്കാൻ പറയാൻ ഉമ്മമാര് തയ്യാറാകലില്ല, നിസ്കരിപ്പിക്കലില്ല. അപ്പോൾ ഉമ്മമാർക്കുള്ള ഒരു ധാരണ എന്താ വെച്ചാൽ, ഒരു കുട്ടികളല്ലേ എന്നാ. ഈ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ അതിനൊരു മാനദണ്ഡമുണ്ട്. ഇസ്ലാമിൽ ഒരാളെ കുട്ടിയായി പരിഗണിക്കൽ അയാൾക്ക് പ്രായപൂർത്തിയാകുന്നത് വരെയാണ്. പ്രായപൂർത്തിയാകാൻ നമ്മളെ ഇന്നത്തെ ഇന്ത്യ രാജ്യത്തിന്റെ കണക്ക് പ്രകാരം 18 വയസ്സാകണം. പക്ഷെ ഇന്ത്യ രാജ്യത്തിന്റെ നിയമമല്ല നമ്മൾ പാലിക്കേണ്ടത്. ഇപ്പൊ മൊത്തത്തിൽ ഉമ്മമാരൊക്കെ ധാരണ കുട്ടിക്ക് 18 വയസ്സായിട്ടില്ലല്ലോ, നിസ്കരിച്ചാനൊന്നും ആയിട്ടില്ലല്ലോ എന്നാണ്.
ഇസ്ലാമിലെ നിസ്കാരം നിർബന്ധമാകാൻ, ഇസ്ലാമികപരമായി പ്രായപൂർത്തിയാകാൻ വയസ്സ് കൊണ്ട് നോക്കുകയാണെങ്കിൽ 15 വയസ്സായാൽ മതി. 15 വയസ്സായാൽ ആണായാലും പെണ്ണായാലും അവർ പ്രായപൂർത്തിയായി. അത് വയസ്സ് പരിഗണിക്കുമ്പോഴാണ്. എന്നാൽ ഇനി 15 വയസ്സാകേണ്ട ആവശ്യവുമില്ല. അവർക്ക് പ്രായം തികയാനുള്ള അടയാളങ്ങൾ അവരിൽ പ്രകടമായാൽ, ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവള് ഹൈലുകാരിയും ആർത്തവക്കാരിയുമായാൽ ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ആ പെൺകുട്ടി പ്രായപൂർത്തിയായ പെൺകുട്ടിയായി. അതേപോലെ തന്നെയാണ് ഒരു ആൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവനക്ക് ബീജസ്ഖലനം ഉണ്ടാകുന്ന ഒരു പ്രായത്തിലേക്ക് അവനെത്തിയാൽ ഇസ്ലാമിൽ അവൻ പ്രായപൂർത്തിയായി. അവന് കുട്ടി എന്ന ആ പട്ടികയിൽ നിന്ന് വിട്ടു. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഇന്നത്തെ ഒരു അവസ്ഥ നമുക്കറിയാലോ. നമ്മുടെ നാട്ടിലെ ഭക്ഷണ സാഹചര്യങ്ങളൊക്കെ മാറി, അതൊക്കെ പുരോഗമിച്ചത് കൊണ്ട് ഒരു 12 വയസ്സ് 13 വയസ്സാകുമ്പോഴേക്കും ഒട്ടുമിക്ക പെൺകുട്ടികളും ആർത്തവക്കാരിയാകുന്നുണ്ട്. വളരെ അപൂർവേ 12ന്റെയും 13ന്റെ ഒക്കെ മേലേക്ക് പോകണുള്ളൂ. ചില മദ്രസയിലെ ഉസ്താദന്മാരൊക്കെ പറയുന്നത് 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ പ്രായം കഴിഞ്ഞ പെൺകുട്ടികളുണ്ട്. ഖുർആൻ ഓതാൻ പറ്റൂല, ഖുർആൻ എടുക്കാൻ പറ്റൂല. അപ്പൊ 11ാമത്തെ വയസ്സിൽ ഒരു പെൺകുട്ടിക്ക് ആർത്തവം വന്നാൽ ഇസ്ലാമിൽ അവൾ പ്രായപൂർത്തിയായവളായി, അവള് വലിയവളാണ്. ഇനി അവള് കുട്ടി എന്ന ഒരു പരിഗണനയും അവൾക്കില്ല. പ്രായപൂർത്തിയായ ഒരു മനുഷ്യന് നിർബന്ധമാകുന്ന എല്ലാ കാര്യങ്ങളും അവൾക്ക് നിർബന്ധമാണ്. അതുപോലെ 12ഓ 13ഓ വയസ്സിൽ ഒരാൺകുട്ടിക്ക് അവന് പ്രായം അറിയിക്കുന്ന അടയാളങ്ങൾ, ലക്ഷണങ്ങൾ അവന് പ്രകടമായാൽ അവന് ഇസ്ലാമിന് പ്രായപൂർത്തിയായി. അപ്പൊ ഇനി ആ സമയം മുതൽ അപ്പൊ ചിലപ്പോ 12ഓ 13ഓ വയസ്സായിട്ടുണ്ടാവുള്ളൂ. ആ സമയം മുതൽ അവർ വലിയ ആളുകളുടെ പട്ടികയിൽ പെട്ടുപോയി. അള്ളാഹുവിന്റെ എല്ലാ കൽപ്പനകളും ഏറ്റുവാങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് അവർ എത്തിപ്പോയി. പക്ഷെ നമ്മളെ കാഴ്ചപ്പാടിൽ ഈ പെൺകുട്ടിക്ക് പ്രായം തികഞ്ഞത് ഉമ്മാക്കറിയാം, അവൾ ആർത്തവക്കാരിയായ വിവരം ഉമ്മാക്കറിയാം. എന്നാലും ഉമ്മാന്റെയും ബാപ്പാന്റെയും കാഴ്ചപ്പാടിൽ ഒരു കുട്ടികളാണ്. സുബഹി നിസ്കരിക്കാനും വിളിച്ചുണർത്താറില്ല. നിസ്കാരങ്ങൾ ഖളാ ആകുന്നത് ഗൗരവത്തോടെ മാതാപിതാക്കൾ ഓർമ്മപ്പെടുത്തി കൊടുക്കാറില്ല. നിസ്കാരത്തിന്റെ വിഷയത്തിൽ വലിയ ശ്രദ്ധ കേന്ദ്രീകരിക്കാറില്ല. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, മക്കളുടെ വിഷയത്തിൽ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ വീഴ്ച വരുത്തിയാൽ നമ്മൾ എത്ര വലിയ നിസ്കാരക്കാരായാലും അല്ലാഹുവിന്റെ കോടതിയിൽ നമ്മൾ രക്ഷപ്പെടുകയില്ല. കാരണം ഈ കുട്ടികൾ നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ വരുമ്പോ നിസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവർക്ക് കുറവുകൾ വന്നിട്ട് അല്ലാഹു അവരുടെ വിചാരണ ചെയ്യുമ്പോ അവരുടെ കരങ്ങൾ ആദ്യം നീണ്ടുവരൽ മാതാപിതാക്കളായ നമ്മുടെ നേരെയാണ്. അവർ അല്ലാഹുവിന്റെ കോടതിയിൽ പറയുന്നത്, അല്ലാഹ്, എനിക്ക് പ്രായപൂർത്തിയായ സമയത്ത് പോലും എന്റെ ഉമ്മ എന്നോടൊന്ന് നിസ്കരിക്കാൻ പറഞ്ഞിട്ടില്ല. അല്ലാഹ്, എന്റെ ഉപ്പ എന്നെ നിസ്കരിക്കാൻ നിർബന്ധിച്ചിട്ടില്ല. നോക്കിങ്ങള് ഉറപ്പാ പറയും. അപ്പൊ നമ്മള് ഓലെ +2 കഴിയട്ടെ പ്രായപൂർത്തിയാകാതെ നമ്മൾ കരുതിക്കുമ്പോഴേക്കിന് 4-5 കൊല്ലത്തെ നിസ്കാരം ഈ കുട്ടികൾക്ക് ഇഷ്ടം പോലെ ഖളാ ആയിട്ടുണ്ടാവും. അതിനൊക്കെ മറുപടി പറയേണ്ടി വരിക രക്ഷിതാക്കന്മാരും മാതാപിതാക്കളുമായ നമ്മളാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ നിസ്കരിക്കുക എന്നുള്ളത് മാത്രമല്ല പ്രധാനം, നമ്മുടെ വീട്ടിൽ നിസ്കരിക്കേണ്ട പ്രായത്തിലെത്തിയവരെ കൊണ്ട് മുടങ്ങാതെ നിസ്കരിപ്പിക്കുക എന്ന ഒരു വലിയ ബാധ്യത കൂടി നമുക്കുണ്ട്. കാരണം അള്ളാഹു നമ്മളെ മാത്രം നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനല്ല പറഞ്ഞത്. നേരത്തെ ഓതിയ ആയത്തിൽ എങ്ങനെയാണുള്ളത്? ആ പാറക്കഷ്ണം കരയാൻ കാരണമായ ആയത്തിൽ ആ പാറക്കഷ്ണം പറയുന്നു, നോക്കൂ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. അല്ലാഹു തആല മുഅ്മിനീങ്ങളെ വിളിച്ചിട്ട് പറയുകയാണ്, മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ ശരീരങ്ങളെയും നിങ്ങളുടെ ഭാര്യ മക്കളുടെ ശരീരങ്ങളെയും, അതാണ് ഒരു മനുഷ്യന്റെ കുടുംബം എന്ന് പറയുന്നത്. ഒരു മനുഷ്യന്റെ കുടുംബം അവന്റെ ഭാര്യയും അവന്റെ മക്കളുമാണ്. നിന്റെ കുടുംബങ്ങളെയും നരകത്തിനെ തൊട്ട് കാത്തുകൊള്ളണേ. നിസ്കാരം എന്നുള്ളത് ഇസ്ലാമിൽ വളരെ പ്രധാനപ്പെട്ട ഇബാദത്താണ്. 5 വക്ത് നിസ്കാരം ഒരു മനുഷ്യന് ഖളാ ആകുന്നുണ്ടോ, ആ മനുഷ്യനിൽ ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ല. ഒരു നായയുടെ പരിഗണന പോലും ഇസ്ലാം ആ മനുഷ്യന് നൽകുന്നില്ല.
നോക്കൂ നിങ്ങൾ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം സ്വഹാബത്തിന്റെ കൂടെ മദീന പള്ളിയിൽ ഇരിക്കുകയാണ്. ആ സമയത്ത് ഒരു ചെറുപ്പക്കാരൻ കരഞ്ഞുകൊണ്ട് മദീന പള്ളിയിലേക്ക് ഓടി വരികയാണ്. മുത്തനബി തങ്ങൾ ചോദിച്ചു, ചെറുപ്പക്കാരാ, നിങ്ങൾ കരയുന്നത് എന്തിനാണ്? ഉടനെ ആ കുട്ടി പറഞ്ഞ മറുപടി കേൾക്കണോ നബിയേ? മാത അബീ വലൈസ ലഹു കഫനുൻ വലാ ഗാസിൽ. എന്റെ ബാപ്പ എന്റെ വീട്ടിൽ വെച്ച് മരണപ്പെട്ടിരിക്കുകയാണ്. ബാപ്പയെ കുളിപ്പിക്കാൻ എന്റെ വീട്ടിൽ ആരുമില്ലല്ലോ. ബാപ്പയെ കഫൻ ചെയ്യാൻ ആവശ്യമായ വസ്ത്രം എന്റെ വീട്ടിലില്ല നബിയേ. ഉപ്പ മരിച്ച വിഷമത്തിൽ കരയുകയാണ്. ഉപ്പയെ മയ്യത്ത് കുളിപ്പിക്കണല്ലോ നബിയെ, ഞാൻ ഒറ്റയ്ക്ക് എന്റെ വീട്ടിലുള്ളൂ. ഉപ്പയെ മയ്യത്ത് കുളിപ്പിക്കാൻ എനിക്ക് കഴിയില്ലല്ലോ. കഫൻ ചെയ്യാനുള്ള വസ്ത്രം എന്റെ വീട്ടിലില്ല നബിയേ. ഉടനെ നബി തങ്ങൾ ചില സ്വഹാബത്തിനെ ആ ചെറുപ്പക്കാരന്റെ കൂടെ അവരുടെ വീട്ടിലേക്ക് പറഞ്ഞേക്കുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുമാ അടക്കം ചില ആളുകൾ ആ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ആ വീട്ടിലെത്തിയ പാടെ ആ വീടിന്റെ ഉള്ളിൽ കയറി ആ മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ മുഖത്തേക്ക് അവർ നോക്കിയപ്പോ ഫറഅയാഹു മിസ്ലൽ ഖൻസീരിൽ അസ്വദി, ഒരു കറുത്ത പന്നിയുടെ മുഖം പോലെ ഈ മനുഷ്യന്റെ മുഖം ഇങ്ങനെ രൂപാന്തരപ്പെട്ടിരിക്കുകയാ. ഈ മനുഷ്യന്റെ മുഖത്തിനൊരു മാറ്റം വന്നിട്ടുണ്ട്. ഒരു പന്നിയുടെ മുഖത്തേക്ക് നോക്കിയാൽ ഉണ്ടാകുന്ന ഒരവസ്ഥ ഈ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കിയപ്പോ ഈ രണ്ട് സ്വഹാബികൾക്ക് പേടിയായി. രണ്ടുപേരും നേരെ മദീന പള്ളിയിലേക്ക് തന്നെ ഓടി വരികയാണ്. മുത്തുനബി തങ്ങളോട് പറഞ്ഞു, നബിയേ, ഞങ്ങൾ ആ മനുഷ്യന്റെ വീട്ടിൽ പോയി ആളുടെ മയ്യത്ത് നോക്കുമ്പോ നബിയേ, ഒരു പന്നിയെ പോലെ ആ മനുഷ്യന്റെ മുഖഭാവം മാറിയത് ഞങ്ങൾ കാണുകയാണ്. ഞങ്ങളെ പേടിച്ചിട്ട് ഓടി വന്നതാണ് നബിയേ. മുത്തനബി തങ്ങളും അവരുടെ കൂടെ തിരിച്ച് ആ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ആ വീട്ടിലെത്തിയപ്പോഴും മനുഷ്യന്റെ രൂപം അങ്ങനെ തന്നെയാണ്. അള്ളാഹിന്റെ റസൂൽ ആ മനുഷ്യന് വേണ്ടി ദുആ ചെയ്തു. അള്ളാഹു ദുആ സ്വീകരിച്ചു. നേരെ ആ മനുഷ്യൻ പഴയ അവസ്ഥയിലേക്ക് തന്നെ മടങ്ങി വരികയാണ്. വേഗം മയ്യത്ത് കുളിപ്പിച്ച് മയ്യത്ത് നിസ്കരിച്ച് കഫൻ ചെയ്ത് നിസ്കരിച്ച് കൊണ്ടുപോയി മറമാടാൻ വേണ്ടി ഖബറിൽ കൊണ്ടുപോയി ഖബറിലേക്ക് ഇറക്കി ആ മുഖത്തിന്റെ തുണി അഴിച്ച്, ഖബറിൽ ഇറക്കുമ്പോ അങ്ങനെയുള്ള ഖബറിൽ കിടത്തുമ്പോ മുഖത്തിന്റെ തലഭാഗത്ത് കഫൻ തുണി അഴിച്ചിട്ട് മുഖം വെളിവാക്കി വെക്കാൻ വേണ്ടി നോക്കുമ്പോ മുഖം പിന്നെയും പഴയ അവസ്ഥയിലേക്ക് മാറി. അപ്പോൾ മുത്തനബി തങ്ങൾ ചോദിച്ചു, ചെറുപ്പക്കാരാ, അയ്യോ അമലിൻ കാന യഅമലു അബൂക ഫിദ്ദുനിയാ, ദുനിയാവിൽ വെച്ച് എന്തോ ഒരു പാപം നിന്റെ ഉപ്പ സ്ഥിരമായി ചെയ്യാറുണ്ടായിരുന്നു. എന്തോ കാര്യമായ ഒരു തെറ്റ് നിന്റെ ബാപ്പ ചെയ്തിട്ടുണ്ട്. നിന്റെ ബാപ്പ ചെയ്തിരുന്ന തെറ്റൊന്ന് പറഞ്ഞു തരുമോ? ഉടനെ ആ കുട്ടി പറഞ്ഞത്, കാന അബീ താരിഖസ്സലാ, എന്റെ ബാപ്പ നിസ്കാരം വേണ്ടതുപോലെ ശ്രദ്ധിക്കാറില്ല നബിയേ. ഉടനെ മുത്തനബി തങ്ങൾ പറഞ്ഞു, സ്വഹാബാ ഉൻദുറൂ ഇലാ ഹാലിമൻ തറക സ്വലാ, നിസ്കാരം ഒഴിവാക്കുന്ന മനുഷ്യന്റെ അവസ്ഥ എല്ലാവരും കണ്ടുകൊള്ളുക. ഇതുപോലെ നിസ്കാരം ഒഴിവാക്കുന്നവർ പന്നിയുടെ രൂപത്തിലാണ് നാളെ മഹ്ശറിൽ വരിക എന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ മജ്‌ലിസുൻ നൂറിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പൊ അവസാനമായി ഓർമ്മപ്പെടുത്താനുള്ളത്, ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നൊരു മനുഷ്യൻ പറഞ്ഞാൽ പിന്നെ ആ മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിസ്കാരം തന്നെയാണ്. നിസ്കാരത്തിന്റെ ഒരു നിയമം പറയുന്നത് നോക്കൂ നിങ്ങൾ, ഖാല ജമാഅത്തുൻ മിനസ് സ്വഹാബത്തി വത്താബിഈൻ ബികുഫ്രി താരിഖി സ്വലാഹ്.
സ്വഹാബത്തിൽ നിന്നും താബിഈങ്ങളിൽ നിന്നും വലിയ ഒരു വിഭാഗം ആളുകളും പറഞ്ഞത്, ഒരാൾ മനഃപൂർവ്വം നിസ്കാരം ഉപേക്ഷിച്ചാൽ തന്നെ ആ മനുഷ്യൻ കാഫിറാകും എന്നാണ്. നോക്കാണ് ഒരാൾ മനഃപൂർവ്വം എന്തായി, വെറുതെ നിസ്കാരം ഒഴിവാക്കി. എന്നാൽ ആ ഒരൊറ്റ പ്രവൃത്തി കൊണ്ട് അയാൾ കാഫിറാകും, ഇസ്ലാമെന്ന് പുറത്തു പോകുന്നു, അയാൾക്ക് കുറ്റം കിട്ടുന്നല്ല പറയണത്. സ്വഹാബത്തിലെ വലിയ ഒരു സംഘം സ്വഹാബികളും ഈ പക്ഷക്കാരാണ്. മിൻഹും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, മുആദ് ഇബ്നു ജബൽ, ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് വഗൈറുഹു. ഈ ആളുകളൊക്കെ ആ പക്ഷക്കാരാണ്. എന്ത്, ഒരാൾ ഫർള് നിസ്കാരം വെറുതെ നഷ്ടപ്പെടുത്തിയാൽ ആ ഒറ്റ കാരണം കൊണ്ട് ആ മനുഷ്യൻ കാഫിറാകും എന്ന പക്ഷക്കാരാണ്. സ്വഹാബികളല്ലാത്ത പ്രമുഖരായ പണ്ഡിതന്മാരിൽ പലരും ആ പക്ഷക്കാരുണ്ട്. വമിൻഹും അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി. 4 മദ്ഹബിന്റെ ഇമാമുകളിൽ പ്രധാനപ്പെട്ട മദ്ഹബായ ഹംബലി മദ്ഹബിന്റെ ഇമാമായ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായവും ഇത് തന്നെയാണ്. ആരാ അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉസ്താദാണ്. പരിശുദ്ധ ഖുർആന് കഴിഞ്ഞാൽ പിന്നെ ലോകത്തെ ഏറ്റവും നല്ല ഗ്രന്ഥമെന്ന് പറയപ്പെടുന്നത് സ്വഹീഹുൽ ബുഖാരിയാണ്. ആ ബുഖാരിയുടെ രചയിതാവായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദാണ് ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ പറയണതും ഒരാൾ നിസ്കാരത്തെ മനഃപൂർവ്വം ഒഴിവാക്കിയാൽ ആ ഒറ്റ പ്രവൃത്തി കൊണ്ട് അവൻ കാഫിറായി മാറുന്ന. وقال الشافعي رضي الله عنه. എന്നാൽ നമ്മുടെ മദ്ഹബിന്റെ ഇമാമായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ നോക്കൂ, ഇന്ന താരിക സ്വലാത്തി യക്ഫുറു, നിസ്കാരം ഒഴിവാക്കിയാൽ കാഫിറാകും. ഇൻ ഇസ്തഹല്ല തർക ഔ ജഹദൽ വുജൂബ. ഒരാൾ നിസ്കാരം ഒഴിവാക്കിയത്, നിസ്കാരം ഒഴിവാക്കൽ ഹലാലാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഒഴിവാക്കിയാൽ അയാൾ കാഫിറാകും. നിസ്കാരം ഒഴിവാക്കി അയാൾ നിസ്കാരം അത് ഒഴിവാക്കാൻ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊരു വിശ്വാസം അയാൾക്കുണ്ടെങ്കിൽ അതുകൊണ്ട് അയാൾ കാഫിറായി മാറുന്നു. അല്ലെങ്കിൽ നിസ്കാരത്തിന്റെ വുജൂബിയത്തിനെ ഒരാൾ നിസ്കാരം നിർബന്ധമൊന്നുമല്ല എന്നൊരാൾ പറഞ്ഞാൽ അയാൾ കാഫിറാവുന്ന. അല്ലാതെ ഒരാൾക്ക് നിസ്കാരം നിർബന്ധമാണ് എന്ന വിശ്വാസവുമുണ്ട്, എന്നിട്ട് അയാൾ നിസ്കാരം ഒഴിവാക്കുകയും ചെയ്താൽ അയാൾ കാഫിറാകൂല എന്നാണ് ശാഫിഈ ഇമാമിന്റെ പക്ഷം. എന്നിട്ട് ശാഫി മതത്തിന്റെ നിയമം എന്താ പറയുക? എന്നിട്ട് ഒരു മനുഷ്യൻ ഒരു നിസ്കാരം ഒഴിവാക്കി, ആ നിസ്കാരം അതിനോടുകൂടെ ജംആക്കാൻ പറ്റുന്ന നിസ്കാരത്തിന്റെ സമയവും വിട്ടുകടന്നു. ഇപ്പൊ ഒരാൾ ളുഹുർ ഒഴിവാക്കി, ളുഹുറിന്റെ കൂടെ ജംആക്കാൻ പറ്റുന്ന നിസ്കാരമാണ് അസ്ർ എന്ന് പറയുന്നത്. അസ്റിന്റെ സമയം കഴിഞ്ഞ് മഗ്രിബ് ബാങ്ക് കൊടുത്തു, ഇയാൾ ഇപ്പോഴും ളുഹുർ നിസ്കരിച്ചിട്ടില്ല എങ്കിൽ, അതായത് ആ നിസ്കാരത്തിന്റെ സമയം കഴിഞ്ഞു, അതിനോടുകൂടെ ജംആക്കാൻ പറ്റുന്ന മറ്റൊരു നിസ്കാരത്തിന്റെ സമയം കഴിഞ്ഞു, ഇപ്പോഴും ഇയാൾ ആദ്യത്തെ നിസ്കാരമായ ളുഹുർ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ, ഇസ്ലാമിക ഭരണം നടക്കുന്ന രാജ്യമാണെങ്കിൽ ഖാദി ജഡ്ജി വന്നിട്ട് ആ മനുഷ്യനോട് തൗബ ചെയ്യാൻ ആവശ്യപ്പെടണം. അയാൾ തൗബ ചെയ്യുന്നില്ല എങ്കിൽ യുഖ്തലു, ആ മനുഷ്യനെ നിസ്കാരം ഉപേക്ഷിച്ചുള്ള ശിക്ഷാ നടപടിയായിട്ട് അയാളുടെ തല വെട്ടി അയാളെ കൊല ചെയ്യപ്പെടണമെന്നാണ് ശാഫിഈ മദ്ഹബിലെ നിയമം. എന്തായാ നിങ്ങൾ ളുഹുറും കഴിഞ്ഞു, അസ്റും കഴിഞ്ഞു, മഗ്രിബായി, ഇപ്പോഴും അയാൾ ളുഹുർ നിസ്കരിച്ചിട്ടില്ല. ഇതാണ് പ്രശ്നം. ശാഫി മദ്ഹബിലെ നിയമതാണ്. ശാഫി മദ്ഹബ് പ്രകാരം നിസ്കാരം ഒഴിവാക്കിയാൽ കാഫിർ എന്ന് പറയണില്ല. പക്ഷെ അയാൾ ഒരു നിസ്കാരത്തെ ഉപേക്ഷിച്ച് അത് ജംആക്കാൻ പറ്റുന്ന സമയം കഴിഞ്ഞാൽ, എന്നിട്ട് അയാളോട് തൗബ ചെയ്യാൻ ആവശ്യപ്പെട്ട് അയാൾ തൗബയും ചെയ്യുന്നില്ലെങ്കിൽ അയാളെ കൊല ചെയ്യപ്പെടണമെന്ന്. കാരണം അത് അയാൾ കാഫിറായതുകൊണ്ടല്ല, നിസ്കാരം ഉപേക്ഷിച്ച ശിക്ഷയായിട്ട് അത് ചെയ്യണമെന്നാണ്. എന്നാൽ ഒരാൾ നിസ്കാരം നിർബന്ധമില്ല എന്ന വാദവുമായി രംഗത്ത് വന്നാൽ അയാൾ കാഫിറാവുകയും അതിന്റെ പേരിൽ അയാളെ കൊല ചെയ്യുകയും വേണം. അയാളെ മുസ്ലിമീങ്ങളെ ഖബർസ്ഥാനിൽ മറവ് ചെയ്യാൻ പോലും പാടില്ല എന്നാണ് സയ്യിദുനാ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട ഗസാലി ഇമാം പറയാണ്, ഒരാൾ വാദിച്ചു, എന്ത്, എനിക്ക് അല്ലാഹുവിൽ നിന്നൊരു കരാർ ലഭിച്ചിട്ടുണ്ട്, ഞാൻ അള്ളാഹുമായി അടുത്ത്, അങ്ങനെ കുറെ ചില ആളുകളെ, അള്ളാഹുവിന്റെ ജദബിന്റെ ഹാലിലെത്തിയ ബുദ്ധി മറിഞ്ഞ ഔലിയാക്കന്മാരെ പറ്റിയല്ല പറയുന്നത്, അല്ലാതെ ചില ഔലിയാക്കന്മാരെ പോലെ അഭിനയിക്കുന്ന ചില ആളുകളുണ്ട്. നിസ്കാരം നിസ്കരിച്ചൊന്നുമില്ല. അപ്പൊ എന്താ നിസ്കരിച്ചാൽ അത് എനിക്ക് അള്ളാഹുവിന്റെ ഭാഗത്ത് ഓർഡർ ഉണ്ട്, എനിക്ക് അങ്ങനെ നിസ്കാരം ഇപ്പൊ നിർബന്ധമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ചില വാദക്കാരുണ്ടാവും. അങ്ങനെ ഒരാൾ വാദിച്ചാൽ ആ മനുഷ്യൻ കൊല്ലൽ നിർബന്ധമാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാമുൽ ഗസാലി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവർ 100 കാഫിറിനെ കൊല്ലുന്നതിലേറെ കൂലി ആ മനുഷ്യനെ കൊന്നുണ്ടാവുന്ന. അപ്പൊ നോക്കൂ നിങ്ങൾ, ഒരു വഖ്ത് നിസ്കാരം ഒരാൾ മനഃപൂർവ്വം ഖളാ ആക്കിയാൽ അയാൾ കാഫിറാണ് എന്നാണ് ഭൂരിഭാഗം സ്വഹാബത്തും വാദിച്ചത്. ഒരഭിപ്രായം അങ്ങനെയായിരുന്നു.
ഒരു നിസ്കാരം, രണ്ട് നിസ്കാരത്തിന്റെ സമയം വിട്ട് കടന്നിട്ട് അയാൾ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അയാൾ കാഫിറായിട്ടില്ലെങ്കിലും ശിക്ഷാ നടപടി പ്രകാരം അയാളെ കൊന്നു കളയണം എന്നാണ് ശാഫിഈ മദ്ഹബ്, നമ്മുടെ മദ്ഹബിന്റെ നിയമമാണ് ഈ പറയുന്നത്. അപ്പൊ ഈ നിസ്കാരത്തിന് ഇസ്ലാമിൽ എത്രത്തോളം പ്രാധാന്യം ഉണ്ട് നിങ്ങൾ നോക്കണം. ഈ നിസ്കാരത്തിന്റെ കാര്യം നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. നമ്മൾ മാത്രമല്ല, നമ്മളെ വീട്ടിലുള്ള മക്കളുടെ കാര്യത്തിലൊക്കെ വളരെ ശ്രദ്ധ എല്ലാവരും, ഒരു സ്വയം ബോധം എല്ലാവർക്കും ഉണ്ടാകണം. എന്റെ ശബ്ദം ശ്രമിക്കുന്ന ചെറുപ്പക്കാരികളോട് കുട്ടികളോടൊക്കെ പറയാനുള്ളത്, എപ്പോഴെങ്കിലൊക്കെ നിസ്കാരം അശ്രദ്ധ കൊണ്ട് നഷ്ടപ്പെടുന്ന ചില ആൾക്കാരൊക്കെ നമ്മളെ കൂട്ടത്തിലുണ്ടാവും. ആ ഒരു ശൈലി നമ്മൾ മാറ്റിയേ മതി. നമ്മൾ സ്വയം എത്ര പ്രയാസത്തിലാണെങ്കിലും എത്ര തിരക്കിലാണെങ്കിലും അത് ആ സമയത്ത് എത്ര പ്രയാസപ്പെട്ടാണെങ്കിലും അത് ാകാതെ ശീലിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറിയാൽ തന്നെ അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പരിഗണന ഈ മനുഷ്യന് കിട്ടും. അയാൾ വലിയ മഹത്വമുള്ള ആളുകളുടെ കൂട്ടത്തിൽ അയാളെ എഴുതപ്പെടും. കാരണം നിസ്കാരത്തിന്റെ കാര്യത്തിൽ ആ കുട്ടി, ആ ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരി നല്ല ശ്രദ്ധ ഉള്ളവരാണല്ലോ എന്നൊരു പരിഗണന അള്ളാഹുവിന്റെ ഭാഗത്തുണ്ടാവും. അല്ലാത്ത പക്ഷം അള്ളാഹുവിന്റെ ഭാഗത്ത് വലിയ ശിക്ഷ അള്ളാഹു നേരിടേണ്ടി വരും. അള്ളാഹു തആല നമ്മളെല്ലാവരെയും സംരക്ഷിക്കുമാറാവട്ടെ. ഈ മജ്‌ലിസ് കാരണമായി പരിശുദ്ധമാക്കപ്പെട്ട നിസ്കാരം വളരെ കൃത്യമായി കൊണ്ട് നടക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കുറെ ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്തോലുണ്ട്. ഇന്ന് റജബ് 8 കഴിഞ്ഞ് നമ്മൾ 9ലേക്ക് പ്രവേശിച്ചു. നാളെ റജബ് 9ആണ്. മിനിയാന്ന് ചൊവ്വാഴ്ച റജബ് 6 ആയിരുന്നു. ചൊവ്വാഴ്ച റജബ് 6 കാരണം ബഹുമാനപ്പെട്ട സുൽത്താൻ ഖാജ മുഈനുദ്ദീൻ അൽ ചിസ്തി അൽ അജ്മീരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ബഹുമാനപ്പെട്ടവരുടെ ആണ്ട് നടന്ന ദിവസമാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച. അജ്മീർ ഖാജയുടെ ആണ്ട്. സുൽത്താനുൽ ഹിന്ദാണ്, ഇന്ത്യയുടെ രാജാവാണ് ബഹുമാനപ്പെട്ടവർ. മദീനയിൽ നിന്ന് മുത്തുനബി തങ്ങൾ ബഹുമാനപ്പെട്ടവർക്ക് ഇന്ത്യയിൽ വന്ന് ഭരിക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തത് പ്രകാരം ഇന്ത്യയിൽ വന്ന് ഇവിടെ സുന്ദരമായ ഭരണം നടത്തുകയും ബഹുമാനപ്പെട്ടവരുടെ ജീവിത ശൈലി കണ്ട് അവർ വഫാത്താകുന്നതിന് മുമ്പ് 95 ലക്ഷം ആളുകളാണ് അജ്മീറിലും ഡൽഹിയിലും പരിസരത്തൊക്കെ ആയിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അങ്ങനത്തെ ഒരു നേതാവിനെ പറയാൻ ഇന്ത്യ രാജ്യത്ത് വേറല്ല. ബഹുമാനപ്പെട്ടവരുടെ ആണ്ടേനും ഞാൻ ചൊവ്വാഴ്ച നമുക്ക് വേഗം മജ്‌ലിസുന്നൂർ ഓതിയിട്ട് ബഹുമാനപ്പെട്ടവരുടെ പേരിൽ ഒരു ഹദീസ് മൗലിദ് ഓതിയിട്ട് ആ ഒരു മഹത്തായ കർമ്മത്തിൽ നമുക്കും പങ്കാളികളാകണം. അല്ലാഹു തആല നമുക്ക് അതിന് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ അറിയിക്കാനുള്ളത്, ഒരുപാട് ആളുകൾ സദഖ തന്ന് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്.